മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥ മാമോദരനോട് പറയുന്നുണ്ട്, എന്നാലും മെച്ച എനിക്ക് അവൻ്റെ കാൽവിരൽ ചലിക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ മേഘനാഥനോട് വാമദേവൻ പറയുന്നുണ്ട്, മോനെ ഇനി അവൻ്റെ കാൽവിരൽ ചലിക്കുകയോ എന്തോ ചെയ്തോട്ടെ, അവൻ്റെ പിന്നിൽ പോകണ്ട, അവൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നാശമാണ് എന്നിങ്ങനെ പറയുമ്പോൾ മേഘനാഥൻ പറയണം, അവൻ നടക്കുന്നത് കാണാനേ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്തായാലും ശരി, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, ഇനി ദൈവങ്ങളെ കൂട്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്നിട്ട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ് മേഘനാഥൻ, എനിക്ക് എങ്ങനെയെങ്കിലും കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതിരിക്കണേ, അതുപോലെ എൻ്റെ ഭാര്യ എന്നെ തേടി വരണം, എൻ്റെ ഭാര്യ എനിക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ എനിക്ക് കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുകയുള്ളൂ എന്നെല്ലാം കരുതിയിട്ട് മേഘനാഥൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുന്നുണ്ട്. അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ജുവും സാഗറും കൂടി അവിടുത്തെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം പൂ വാങ്ങി സാഗർ മഞ്ജുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. തലയിൽ വെച്ച് കൊടുക്കണം, എങ്ങനെയല്ല സാഗരേട്ടാ, എങ്ങനെയല്ല സാഗരേട്ടാ, ശരിക്കും വെക്കുകയെന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മഞ്ജു തലയൊക്കെ കാട്ടി നിൽക്കുകയാണ്. ഈ സീനായിരിക്കും കാണുക. അത് കണ്ടതും സമനില തെറ്റിയവനെ പോലെ തന്നെ മേഘനാഥൻ പോയിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാഗർ, എടാ നീ എൻ്റെ ഭാര്യയെ അടിച്ചു കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. അത് കണ്ടതും മഞ്ജുവിനാകെ കലി ഇളകുകയാണ് കേട്ടോ. മഞ്ജു, ഇനി മേലിൽ നീ എൻ്റെ സാഗരേട്ടനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അവിടെ ആൾക്കാരൊക്കെ തടിച്ചു കൂടുകയാണ് കേട്ടോ. മേഘനാഥൻ പറയുന്നുണ്ട്, നീ എൻ്റെ ഭാര്യ ആയിരുന്നില്ലടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പം നീ ഇവൻ്റെ കൂടെ പോവണ്ട, ഇവൻ ചതിയനാണ്, അത് നിനക്ക് മനസ്സിലാവും പിന്നീട് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഒരു രാജവെമ്പാലിൻ്റെ കൂടെ ഇരുന്നത്, അതിനേക്കാളും ഇല്ലല്ലോ, അത് ഞാനങ്ങ് സഹിച്ചു. ഇനി മേലിൽ നീ എൻ്റെ സാഗരേട്ടനെ മറ്റേ തൊട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞാൻ അന്നേരം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് മേഘനാഥനെ മഞ്ജു നല്ല മഴക്ക് പറയുന്നുണ്ട്. അവിടെ കൂടിയവരെല്ലാവരും മേഘനാഥനെ കുറ്റപ്പെടുത്തുകയാണ്. സാഗരയും വിളിച്ചുകൊണ്ട് മഞ്ജു പോവുകയാണ്. മേഘനാഥൻ ആകെ നാണം കെട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം കരുണയ്ക്ക് ആകെ മൊത്തം മാനസിക നില തെറ്റിയ പോലെയാണ്. കാരണം കരുണയ്ക്ക് നല്ല ഇഷ്ടമാണ് ആഭരണങ്ങൾ വാങ്ങാനും സ്പ്രേകൾ വാങ്ങാനും മാസം മാസം ഒരുപാട് പൈസ ചിലവാക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് നമ്മുടെ കരുണ. അതേസമയം അങ്ങനെ കരുതിയിട്ടാണ് ഉണ്ണിയെ കല്യാണം കഴിച്ച് കൊടുത്തത്. കാരണം കാലിന് വയ്യാത്ത ഒരാളാണല്ലോ, അപ്പോൾ അവിടെയുള്ള സ്വത്തുക്കളെല്ലാം ഉണ്ണിക്കുള്ളതാണ് എന്ന് കരുതിയിട്ടാണ് അവർ കല്യാണം കഴിച്ച് കൊടുത്തത്. പക്ഷേ അവിടെ പണിക്കാരിയായിരുന്നവൾ ഇവിടെ രാജാവായി. ഇവൾക്കൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിട്ടാണ് അറിഞ്ഞത്. അതൊരിക്കലും കരുണയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് സാരിയും ആഭരണങ്ങളും എല്ലാം കൊടുത്തത് കാണുമ്പോൾ ആകെ മൊത്തം കരുണയ്ക്ക് അസൂയ വരികയാണ് കേട്ടോ. എന്തായാലും ശരി, താൻ ഒന്നുമില്ലാത്തവളായിപ്പോയല്ലോ, എന്തായാലും ഇവളെ കൊല്ലാതെ ഇനി ഒരു കാര്യമില്ല, ഇവളെ കൊന്നു കഴിഞ്ഞാൽ ആ സ്വത്തുക്കളൊക്കെ ഓട്ടോമാറ്റിക്ക് ഉണ്ണിയുടെ പേരിൽ വരും. അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ആഗ്രഹിച്ച പോലത്തെ എനിക്ക് ജീവിക്കാൻ പറ്റും. എന്തായാലും ശരി, ഇവരെല്ലാവരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാനായിട്ട് നടത്തും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. പിന്നീട് മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരെല്ലാവരും പേടിത്തൊണ്ടന്മാരല്ലേ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഞാനത് ചെയ്തിരിക്കും എന്നിങ്ങനെ കരുണ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയണം, മോളെ നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കടയും കൺസ്ട്രക്ഷൻ കമ്പനിയും എല്ലാം എൻ്റെ മോളുടെ പേരിൽ വരും. പിന്നെ എന്തിനാണ് മോള് പേടിക്കുന്നത്? മോൾ അവിടുത്തെ രാജകുമാരിയായിട്ട് ജീവിക്കുക. അവനൊരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും. അവൾ പോയി കഴിഞ്ഞാൽ അവനൊന്നിനും പറ്റാത്ത ഒരു വേസ്റ്റാകും. അതുകൊണ്ട് എൻ്റെ മോള് പേടിക്കണ്ട, എല്ലാ സമ്പത്തിൻ്റെയും ഉടമ നീയാണ് എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണ ആ സമയം ആലോചിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്, എല്ലാ സമ്പത്തിൻ്റെയും ഉടമ താനാണെന്ന് കരുണ ഒരു നിമിഷം ചിന്തിച്ചു പോകുകയാണ്.